ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് ദിനോസറുകൾ ഇല്ലാതായെങ്കിലും അവയുടെ പിൻഗാമികൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. അവ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ചിക്കൻസ്. ദിനോസറുകളിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഒരിനമാണ് ടീറക്സ് ദിനോസറുകൾ. ദിനോസറുകളുടെ രാജാവ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. കോഴികളുടെ DNA ദിനോസറുകളുടെ DNA സാമ്യമുള്ളവയാണ്. വാസ്തവത്തിൽ ദിനോസറുകളുടെ നേരിട്ടുള്ള പിൻഗാമികളായ ഒരേയൊരു ജീവി കോഴികളാണെന്ന് കരുതപ്പെടുന്നു. നമ്പർ 2, ക്രോക്കഡൈൽസ്. ദിനോസറുകൾ പൊതുവെ പക്ഷികളുമായി ബന്ധപ്പെട്ടവയാണെങ്കിലും മുതലകളുമായി സാമ്യമുള്ള ചില ഉരഗവർഗത്തിൽപ്പെട്ട ദിനോസറുകളും പണ്ടുകാലങ്ങളിൽ ജീവിച്ചിരുന്നു. ഇന്ന് നാം കാണുന്ന മുതലകൾ അവരുടെ പൂർവികരിൽ നിന്ന് ഏതാണ്ട് മാറ്റമില്ലാത്തവയാണ്. നമ്പർ 3, സീ ടർട്ടിൽ. മുതലകളെ പോലെ തന്നെ ആമകളും ഉരഗവർഗത്തിൽപ്പെട്ടവയാണ്. ആമകളെ ദിനോസറുകളുടെ കസിൻസ് എന്നാണ് വിളിക്കാറുള്ളത്. ഏതാണ്ട് 110 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളോടൊപ്പം ഇവ ജീവിച്ചിരുന്നു. അക്കാലത്തെ ആമകളുടെ പൂർവികരെ ആർക്കലോൺ എന്നാണ് പറയുക. ഇവയ്ക്ക് 4 മീറ്ററിലധികം നീളം ഉണ്ടായിരുന്നു. ലെതർ ബാക്ക് കടലാമകളാണ് ഇവയുടെ ഇന്നത്തെ ഏറ്റവും അടുത്ത ബന്ധു. നമ്പർ 4, ഷാർക്ക്. ഇന്നത്തെ സ്രാവുകൾ ചരിത്രാതീത കാലഘട്ടത്തിലെ മെഗലോഡോൺ എന്ന സ്രാവിൻ്റെ പിൻഗാമികളാണ്. 23 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളുടെ തൊട്ടു പിന്നാലെയാണ് ഇവ ജീവിച്ചിരുന്നത്. 2.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. ഇതിന് 20 മീറ്റർ വരെ നീളവും 103 മെട്രിക് ടൺ വരെ ഭാരവുമുണ്ട്. നമ്പർ 5, ക്രാബ്സ്. ഞണ്ടുകൾ ദിനോസറുകളുടെ കാലഘട്ടം മുതലേ ഭൂമിയിലുള്ളവയാണ്. ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഞണ്ടുകളെ മെക്സാന്തോസോഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവ ഇന്നത്തെ ഞണ്ടുകളേക്കാൾ വലുതായിരുന്നു. ഇരയുടെ ശരീരാവരണങ്ങൾ തകർക്കാൻ ശേഷിയുള്ള നഖങ്ങൾ ഇവയ്ക്കുണ്ടായിരുന്നു. ഇന്നും പല ഞണ്ടുകളിലും ഇത്തരത്തിലുള്ള അവയവങ്ങൾ കാണപ്പെടുന്നു.